തെരഞ്ഞെടുപ്പിന് മുമ്പായി ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള ഫോമുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്തിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു. കേരളത്തിലടക്കം ചില ചാനലുകൾ ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 83.66% പേർ തങ്ങൾ നൽകിയ ഫോമുകൾ തിരിച്ചു നൽകിയിട്ടുണ്ട്, പൂരിപ്പിച്ച് തിരിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ ഫോമുകൾ തിരിച്ചു നൽകുമ്പോൾ 35 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നിലവിലത്തെ കണക്കനുസരിച്ച് പുറത്താകുന്നത്. അതിൽ മരിച്ചവര്, കുടിയേറിയവര്, ഒന്നിലധികം സ്ഥലത്ത് വോട്ടുള്ളവർ. അവരുടെ കണക്കുകൾ വിശദമായിട്ട് ഇങ്ങനെയാണ്. 12,55,620 പേർ പരേതാത്മാക്കളാണ്. ഇവരായിരുന്നു ഇത്രയും കാലം ബീഹാർ വോട്ട് ചെയ്തതിൽ ഒരു വിഭാഗം മരിച്ചുപോയവർ. മറ്റൊരു കൂട്ടർ 17,37,336. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയേറി അവിടെ താമസിക്കുന്നവരോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നിവിടെ കുടിയേറിയവരാണ്. പ്രത്യേകിച്ച് റോഹിംഗ്യകളും ഈ ബംഗ്ലാദേശിൽ നിന്നും വന്നവരും മറ്റുമൊക്കെയാണ്. 5,76,479 പേർക്ക് ബീഹാറിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവരാണ്. അങ്ങനെ ഇത്രയും പേരെ നീക്കം ചെയ്തപ്പോൾ തന്നെ 35 ലക്ഷം വോട്ടർമാരായി. ഇത് അന്തിമമല്ല, ഇനി 13% ഫോമുകൾ കൂടി തിരിച്ചെത്താനുണ്ട്. ടോട്ടൽ ബീഹാറിന്റെ വോട്ടർമാർ 7 കോടിയാണ്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം നൽകിയത് 6,60,00,000 പേർക്കാണ്. ഇനി ബാക്കി ഫോം നൽകാനുണ്ട്. ഈ നൽകിയവരിൽ തന്നെ 13% തിരിച്ചു തരാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ സംഖ്യ 35 ലക്ഷം എന്നുള്ളത് 45 എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതായത് രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ മരിച്ചുപോയവർ, ആ സ്ഥലത്ത് നിന്ന് മാറി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർ, അവിടെ സെറ്റിൽ ചെയ്തവർ, അതുപോലെ തന്നെ ഈ വേറെ രാജ്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ കുടിയേറി കള്ള ഐഡികളും മറ്റും കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ കള്ള ഐഡികൾ വെച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കടന്നു കൂടിയവർ, അതുകൂടാതെ നമ്മുടെ കേരളത്തിലടക്കം നടക്കുന്ന പ്രതിഭാസം ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടുള്ളവർ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ 35 ലക്ഷമുണ്ട്. ഏതായാലും ഒരു വലിയ സംഖ്യ എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലും ഉടൻ തന്നെ ഇതിൻ്റെ പ്രക്രിയ ആരംഭിക്കും എന്നുള്ളതാണ്. കേരളത്തിൽ എത്ര പേർ പുറത്താകും എന്നറിയത്തില്ല. പലപ്പോഴും പരേതാത്മാക്കൾ വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളം.